ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എവിടെയൊക്കെ വയ്യാവേലികളുണ്ടോ അവിടെയൊക്കെ ചെന്ന് വീഴാൻ ബഹുമിടിക്കല്ലേ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഭവതി. ഭവതിയോ? ആ ഭവതി. ഇങ്ങനെ പറയാൻ വേണ്ടി എനിക്ക് എഴുതി തന്നതാണെന്ന്. കൊള്ളാം എന്തായാലും. കെട്ടും പാണ്ടൊക്കെ എടുത്ത് ഇപ്പൊ ഇറങ്ങാൻ നോക്ക്. രമ്യ, ഒരാളെ കല്യാണം കഴിക്കാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നിനക്ക് രാജുവിനെ ഇഷ്ടമാണെങ്കിൽ രാജുവിന്റെ മനസ്സിൽ നിന്ന് അവന്റെ സ്നേഹം നേടിയെടുക്കാൻ നോക്ക്. അല്ലാതെ സ്വന്തം അമ്മ വരെ ഒരു കോമഡി പീസാക്കി ഇങ്ങനെ കിടത്തിയിട്ടല്ല കല്യാണം കഴിക്കാൻ നോക്കേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിന്നെ രാജു എങ്ങനെ ഇഷ്ടപ്പെടും? ഭഗവാൻ കൃഷ്ണൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണെന്ന്. ആ വാക്കുകൾ കേട്ട് ഏത് മാർഗത്തിൽ കൂടിയും പോകാന്ന് നീ കരുതരുത്. അങ്ങനെ പോയാ ഒരു പക്ഷേ ആ മാർഗത്തില് നിന്നേക്കാൾ ശക്തനായ എതിരാളികൾ ഉണ്ടാവും. ഓ, ചിലപ്പോ നിന്റെ അവസാനവും അവിടെ വെച്ച് തന്നെയായിരിക്കും. നിന്റെ ലക്ഷ്യത്തിലേക്ക് നീ നേരായ മാർഗത്തിൽ പോ. നിനക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ അത് നിനക്ക് തന്നെ കിട്ടും. കിടന്ന് അഭിനയിച്ച് തളർന്നെങ്കിൽ ഇനി കുറച്ചു നേരം ഇരുന്ന് അഭിനയിക്കും. നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ. സ്വന്തം മകൾക്ക് ഒരു നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് നേരായ മാർഗം കാണിച്ചു കൊടുക്ക്. അതിനു പകരം അവൾക്ക് കൂട്ടായിട്ട് നിന്ന് തരികില് കാണിക്കുന്നു. നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവാൻ നോക്ക്. രാജു, ഇനി എന്തിനാ കിടക്കുന്നേ? ആരെ കാണിക്കാൻ കിടക്കുക? എഴുന്നേക്ക് അങ്ങോട്ട്. അല്ല, നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? നിന്റെ പറച്ചില് കേട്ടാ തോന്നും എന്റെ അഭിനയം കാരണം പൊളിഞ്ഞതാണെന്ന്. കറക്റ്റ് മീറ്ററില ഞാൻ അഭിനയിച്ചത്. ഇനി നിങ്ങൾ രണ്ടും കൂടി ഇവിടെ കിടന്ന് വഴക്കിടണ്ട. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്ക്. അത് മാത്രമല്ല, അവരവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. പോയപ്പോ എല്ലാം പോയി, കൂട്ടത്തിൽ 1 ലക്ഷം രൂപയും പോയി. ആരുടെ ബുദ്ധിയാണെങ്കിലും സൂപ്പറായിരുന്നു. കുട്ടി, ഞാനൊരു സ്കിൻ ഡോക്ടർ അല്ല, ഐ എം എ ഗൈനക്കോളജിസ്റ്റ്. കുട്ടിയുടെ വെർജിനിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. അതിന് ഇഞ്ചക്ഷൻ എടുക്കണം. നീ കുറെ കാലം രാജുവിന്റെ വീട്ടില് അവന്റെ മുറി തന്നെയല്ലേ കഴിഞ്ഞത്? അവനൊരാണും നീയൊരു പെണ്ണും തന്നെയല്ലേ? എത്ര തവണ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നീയോ അവനും പറഞ്ഞാലും അതൊക്കെ വെറും പച്ച കള്ളമല്ലാന്ന് എന്താ ഇത്ര ഉറപ്പ്? രാജു, 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 നിന്റെ ചെവി എന്താ പൊട്ടിപ്പോയോ? രാജു, എന്താ മേഡം? അപ്പോ നിന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ബൈക്ക് ഒന്ന് സൈഡിലേക്ക് നിർത്തിക്കേ രാജു. ശരി മേഡം. ഇതെന്ന് ലാൻഡ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്? രാജു ഇത് വിമാനമാണോ പറപ്പിക്കുന്നത്? ബൈക്ക് ഒതുക്കാൻ പറ്റിയ സ്ഥലം വേണ്ടേ മേഡം? എന്താ മേഡം മാഡം എന്താ ഇങ്ങനെ നോക്കുന്ന? കാര്യം എന്താന്ന് വെച്ചാ മാഡം പറ. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് രാജു അറിയുന്നുണ്ടോ? ഞാൻ എങ്ങനെയൊക്കെയാ നാണം കിടന്നെന്ന് രാജു അറിയുന്നുണ്ടോ? മാഡം എന്തൊക്കെയാ പറയുന്ന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാക്കണ്ട.
ഇങ്ങനെ മൊണ്ടനെ പോലെ എന്റെ കൂടെ പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നാ മതി. ഒന്നും അറിയണ്ടല്ലോ, അതല്ലേ നിനക്ക് ഇഷ്ടം? ഏയ്, ഓ യൂസ്ലെസ് റോഹൻ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്തിനാണെന്ന് രാജുവിന് അറിയോ? ഇല്ല. എന്നാ അറിഞ്ഞോ? ഇഡിയറ്റ്. ഇവനൊക്കെ എന്താ ചെയ്യണ്ടേ? അല്ല, അവനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഹ, ആർക്കും തോന്നാവുന്ന ഒരു സംശയം അവനും തോന്നി, അത്രേ ഉള്ളൂ. കല്യാണ നാടകം സെറ്റ് ചെയ്തപ്പോ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന്. ഹ്, ഓരോന്നൊക്കെ ചെയ്തു വെക്കുമ്പോ ഓർക്കില്ല അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു. രാജു എന്റെ മനസ്സിനെ കുത്തി നോക്കിയാണോ? അല്ല മാഡം, മാഡത്തിന് ഇങ്ങനെ ഒരു അപമാനം ഏറ്റതിന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ഇതിപ്പോ ജീവിതകാലം മുഴുവൻ ഈ പഴി ഞാൻ കേൾക്കേണ്ടി വരും. സാരില്ല, ഞാൻ സഹിച്ചോളാം. സോറി മാഡം, ഞാൻ മാഡത്തെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മാഡത്തിന്റെ മനസ്സൊന്നും നൊന്താ ആ വേദന അനുഭവിക്കുന്നത് ഞാനാ. റോഹൻ എന്നോട് ചെയ്തതിന് എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. എന്നാ ആ വിഷമെല്ലാം എനിക്കിപ്പോ മാറി, ആശ്വാസായി. എന്തായാലും മാഡത്തിന് എന്റെ വക ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ആ രമ്യ വിരിച്ച വലയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയാണ്. ഒരുപാട് നന്ദി മാഡം. അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു കെട്ട് നന്ദി പറയണ്ടേ? ഏതെല്ലാം കുരുക്കളിൽ നിന്നാ രാജുവിനെ രക്ഷിച്ചത്? എവിടെയൊക്കെ വയ്യാവേലികളുണ്ടോ അവിടെയൊക്കെ ചെന്ന് വീഴാൻ ബഹുമിടിക്കല്ലേ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഭവതി. ആ ഭവതിയോ? ആ ഭവതി. ആ ശരി മാഡം, വാ നമുക്ക് പോ. നേരം ഒരുപാടായി. എനിക്ക് നേരെ ഒരുപാടൊന്നും ആയിട്ടില്ല. രാജുനോടൊപ്പം എത്ര നടന്നാലും എനിക്ക് ബോറടിക്കില്ല. രാജു എന്താ ആലോചിക്കുന്നേ? മാഡം, ആ റോഹൻ മാഡത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്തിനാണെന്ന് തൽക്കാലം വർമ്മ സാർ അറിയണ്ട. സാർ അറിഞ്ഞാ അത് വലിയ വിഷമാവും. അവന്റെ മനസ്സിലൊരു അച്ഛനെ അറിയിക്കണ്ടേ രാജു? ആ അതിനൊരു അവസരം വരും. അപ്പോ അതെടുത്ത് നമുക്ക് അവനെതിരെ പ്രയോഗിക്കാം.